പരിണയം. കാറിലേക്ക് കയറിയിരുന്ന ആരോഹി അക്ഷതിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അക്ഷയ് വെറും പാവമാണ്. അതുപോലെ അച്ഛനും അല്ലയും. അതേറെക്കുറെ ആരോഹിക്ക് മനസ്സിലായി. എന്നാൽ അനന്യയും അമ്മയും, അവർ രണ്ടുപേരും ഒരേ നിലപാടാണ്. അനന്യയ്ക്ക് ഊർമിളയുടെ വൃത്തികെട്ട സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അവൾ ഓർത്തു. അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ അമ്മ എന്ന് തെളിഞ്ഞതും ആരോഹി സന്തോഷത്തോടെ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ അമ്മേ. മോളെ, നിങ്ങൾ എവിടെത്തി? ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ആണോ? ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലുണ്ട്. പെട്ടെന്ന് വരാമേ. ഏയ് വേണ്ട വേണ്ട, ധൃതിയില്ല. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ. പതിയെ വന്നാ മതി. അമ്മ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി അമ്മ, എങ്കിലമ്മ വെച്ചോ. ഓക്കെ മോളെ. അമ്മ അച്ചോട്ടാ വിളിച്ചത്. നമ്മൾ ഇറങ്ങിയോന്നറിയാൻ. ഫോൺ ബാഗിലേക്ക് വെച്ചുകൊണ്ട് ആരോഹി അക്ഷയോട് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ എത്തിക്കാണൂല്ലേ? ഓവ്, എല്ലാരും വന്നു പറഞ്ഞു. അവിടുന്ന് കഷ്ടിച്ച് അരമണിക്കൂർ ദൂരം മാത്രമേ ഓഡിറ്റോറിയത്തിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അക്ഷയ് കാർ കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിന്റെ പാർക്കിങ്ങിലേക്ക് ഇട്ടിട്ട് ആരോഹിക്കൊപ്പം നടന്നു വരുന്ന സമയത്ത് തന്നെ ഗായത്രി അവിടേക്ക് വന്നത്. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടാണ് അവരുടെ വരവ്. ഒരു വേള ആരോഹിയെ കണ്ടതും ഗായത്രിയുടെ കണ്ണുകൾ കൂർത്തു. ആദ്യം തന്നെ അവരുടെ മിഴികൾ നീണ്ടതും അവിടെ കഴുത്തിൽ കിടക്കുന്ന ഡയമണ്ടിന്റെ മാലയിലേക്കാണ്. അരിശത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവരുള്ളിലെ ദേഷ്യമൊക്കെ പുറത്ത് കാണിക്കാതെ പുഞ്ചിരിച്ച മുഖത്തോടെ അവർക്കടുത്തേക്ക് ചെന്നു. ആഹാ, രണ്ടാളും ഇപ്പോഴാണോ വരുന്നത്? കുറച്ചുകൂടി നേരത്തെ വരാറുന്നില്ലേ മോളെ? ഗായത്രി സ്നേഹം മാറിക്കോരിക്കൊണ്ട് ആരോഹിയെ നോക്കി ചോദിക്കുകയാണ്. മറുപടി പറയാതെ ആരോഹി അവരെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി. അത്രമാത്രം. രണ്ട് വിവാഹങ്ങൾ നടക്കുന്നതിനാൽ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളുടെ ശ്രദ്ധയും ആരോഗ്യയിലും അക്ഷതിലുമായിരുന്നു. പിന്നെ ബിസിനസ് മേഖലയിൽ നിന്നുള്ള പല ആളുകളുണ്ടായിരുന്നു വിവാഹത്തിന്. എല്ലാവരും അക്ഷതിനെ അറിയുന്നവർ. അവർ ഓരോരുത്തരോടും അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഒരു കൈവിടാതെ ആരോഗ്യം അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അക്ഷതന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്കെല്ലാം ഭാര്യയെ അത്യധികം സന്തോഷത്തോടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എവിടെ നിന്നോ വസുതി അവിടേക്ക് ഓടി വന്നത്. ആരോഗ്യ കണ്ടതും വസുതി അവളെ ഇറുക്കിപ്പുണർന്നു. ഞാനിവിടെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോഴാ ആ കുട്ടികൾ വിളിച്ചിട്ട് ഞാൻ ആ പിന്നാമ്പുറത്തേക്ക് പോയത്. അച്ഛനോടമ്മേ. അച്ഛനോട് ഇരിപ്പുണ്ട്. മോള് വാ. അക്ഷി, മോനെ വരൂ കേട്ടോ, അച്ഛനോടെ ഉണ്ട്. അമ്മേ, എങ്ങനെയുണ്ട് ഈ സാരി, കൊള്ളാമോ? ആരോഗ്യ ചോദിച്ചു. കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. നല്ല കളറ്. ഈ മാലയും കമ്മലും ഒക്കെ അച്ചുവേട്ടൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. ആരോഗ്യ സന്തോഷത്തോടെ പറഞ്ഞതും അതേ സന്തോഷം വസുതയുടെ മുഖത്തേക്കും പ്രതിഫലിച്ചു. അമ്മയും മോളും മാറി നിന്ന് ചിരിയോടെ സംസാരിക്കുന്നതൊക്കെ കാണുന്തോറും ഗായത്രിയുടെ മുഖം ഇരുണ്ടുപോയി. എന്തോ ആരോഗ്യയുടെ മുഖത്തെ ചിരി കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നിയത്. ഒപ്പം ആരോഗ്യയുടെ ആ കത്തിജ്വലിക്കുന്ന സൗന്ദര്യവും മാൻവിയുടെ മുഖവും അവർ നോർത്തു. എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യ വെല്ലുന്ന സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ താൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരോഗ്യെ വിട്ടുകളയേണ്ടായിരുന്നുവെന്ന് അവരുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലെ തോന്നിയതും ഗായത്രി തലയൊന്നു കുടഞ്ഞ് ചിന്തകളെ വരുതിക്ക് കൊണ്ടുവന്നു. അതേസമയം തന്നെയാണ് അവിടേക്ക് രണ്ട് കാറുകൾ വന്നത്. ഒന്നിൽ നിന്ന് മാനവിറങ്ങി, മറ്റൊന്നിൽ നിന്ന് മാൻവിയും ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അവർക്ക് ചുറ്റും തടിച്ചുകൂടി. അപ്പോഴേക്കും അർജുനും ഫാമിലി അവിടേക്ക് വന്നു. മാൻവിയെ പെട്ടെന്ന് തന്നെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുവന്നിരുത്തി. അക്ഷിത് ആ സമയം മറ്റാരുമായി സംസാരിച്ചുകൊണ്ട് നിന്നതിനാൽ അവർ ആ രംഗങ്ങളൊന്നും കണ്ടില്ല. ശേഷം രണ്ടു വരന്മാരും മാതാപിതാക്കളുടെ അകമ്പടിയോടെ മണ്ഡപത്തിലേക്ക് കയറി. ഒരു വലിയ സ്റ്റേജിൽ തന്നെ രണ്ട് മണ്ഡപങ്ങൾ എന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. വരന്മാരെ രണ്ടുപേരെയും മണ്ഡപത്തിൽ കയറ്റി ഇരുത്തിയ ശേഷം ആദ്യം വന്നത് മാൻവിയാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കയ്യിൽ നിറഞ്ഞ താലവും പിടിച്ച് മണ്ഡപത്തിലേക്ക് കാലെടുത്തു വെച്ചു. പുഞ്ചിരിയോടെ അവൾ അർജുന്റെ അരികിൽ വന്നിരുന്നു. അടുത്തത് ആവണിയുടെ വരവാണ്. മാൻവിയെ പോലെ അഷ്ടമംഗലി ഒരു തട്ടിൽ പിടിച്ചുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവളും വരുന്നത്. ആളുകളെല്ലാം അവരെ തന്നെ നോക്കുന്നുണ്ട്.
ആവണിയും സ്റ്റേജിൽ വന്നിരുന്ന ശേഷമാണ് അർജുന്റെ കണ്ണുകൾ മുൻനിരയിൽ തന്നെ അക്ഷയോട് എന്തോ സംസാരിച്ചുകൊണ്ട് ചിരിയോടെ ഇരിക്കുന്ന ആരോഹി പതിഞ്ഞത്. അവളുടെ നീണ്ടുവിടർന്ന കണ്ണുകളും അതിരങ്ങളിലെ പുഞ്ചിരിയും ആ വേഷവിധാനങ്ങളും എല്ലാം കൂടി ആയപ്പോ അർജുൻ തനിക്ക് തൊട്ടരികിലിരിക്കുന്ന മാൻവിയെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. ആരോഹി, ഇവളായിരുന്നു പെണ്ണ്. ഉഫ്, എന്തൊടുക്കത്തെ ഗ്ലാമർ! അർജുൻ മനസ്സിൽ പെറുപെറുത്തു. അക്ഷതിനെ കണ്ടപ്പോൾ അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു. അതിന്റെ ഒരു ദേഷ്യം അവന്റെ മുഖത്ത് പ്രകടമായി. അതേസമയം അർജുനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയ മാൻവി കാണുന്നത് ആരോഗ്യയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതിരിക്കുന്ന അർജുനെയാണ്. നിമി നേരം കൊണ്ട് അവൾക്ക് ദേഷ്യം വന്നു. അതിന്റെ ഫലമായി അവൾ അർജുന്റെ കയ്യിലൊന്ന് അമർത്തി നുള്ളി. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ദേഹം വേദനിച്ചതും അർജുൻ രൂക്ഷമായി മാൻവിയെ നോക്കി. അവന്റെ കണ്ണുകളിലെ ദേഷ്യം കണ്ടതും മാൻവിയുടെ മുഖത്തൊരു പുച്ഛം വിടർന്നു. നിങ്ങൾക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നുന്നുണ്ടല്ലേ? കുറെ നേരായല്ലോ തേനൊഴുക്കി നിൽക്കുന്നു. അവൾ വായ മറച്ചു പിടിച്ച് അർജുന്റെ കാതിൽ ചോദിച്ചു. അർജുന് കലി കയറി. അതേടി, നീ ഒന്ന് അവളെ നോക്കിക്കേ, എന്നിട്ട് പോയി കണ്ണാടി നോക്ക്. എന്തിനു കൊള്ളാം നിന്നെ? ആ ഇരിക്കുന്നവളുടെ 7 അയലത്തിരുത്താൻ കൊള്ളാവോ നിന്നെ? ഇരുവരും വായ മറച്ചു പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പ്രണയ സല്ലാപമായിട്ടാണ് കൂടി നിന്നവരെല്ലാം കണ്ടത്. പക്ഷേ അവരിരുവർക്കും മാത്രമേ അറിയൂ അതിനു പിന്നിലെ യാഥാർത്ഥ്യം. മാൻവി പിന്നെ ഒന്നും മിണ്ടിയില്ല. വിയർപ്പിച്ചു കെട്ടിയ മുഖത്തോടെ ഒരിരിപ്പിരുന്നു. ആ വലിയ ഹാളിൽ മന്ത്രോച്ചാരണങ്ങൾ മുഴുകി. ശബരി താലിയെടുത്ത് അർജുന്റെ കയ്യിൽ കൊടുത്തു. മാൻവിയുടെ കഴുത്തിലേക്ക് താലി ചേർക്കുമ്പോഴും അറിയാതെ അർജുന്റെ കണ്ണുകൾ ആരോഹിയിലേക്ക് പാളി വീണു. അവളതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. പിന്നീട് ഇരുവരും പരസ്പരം വരണമാല്യം അണിഞ്ഞുകൊണ്ട് മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചു. അതിനുശേഷമായിരുന്നു ആവണിയുടെയും മാനവിന്റെയും വിവാഹം. സർവാഭരണ വിഭൂഷിതയായിട്ട് മുഖത്ത് വരുത്തി തീർത്ത നാണത്തോടെ മാനവിന്റെ അരികിൽ തല കുനിച്ചു പിടിച്ച് ചിരിയോടെ ഇരിക്കുകയാണ് ആവണി. ഗായത്രി അവളുടെ തൊട്ടരികിൽ തന്നെയുണ്ട്. താലി കെട്ടിയതിനു ശേഷം വൈഭവ് സിന്ദൂരം അണിയിച്ചപ്പോൾ ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങളായുള്ള പ്രണയ സാഫല്യം അത് സാക്ഷാത്കരിച്ചതിന്റെ ഫലമായിരുന്നു ആ കണ്ണുനീർ. ശേഷം ആവണി മാനവിന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. കാര്യം ഇതവൾ തലേന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. സിന്ദൂരം തൊട്ടു കഴിയുമ്പോൾ അവൾ കരയൊന്നും. ആ സമയത്ത് അവളെ ചേർത്ത് പിടിച്ച് മാനവ് അവളുടെ നെറ്റിയിലേക്ക് ചുണ്ട് ചേർക്കണമെന്നുമൊക്കെ. ഒടുക്ക ആവണിയുടെ നിർബന്ധത്തിന് വഴങ്ങി മാനവ് അതൊക്കെ സമ്മതിച്ചതാണ്. പക്ഷെ ആ തിരക്കിനിടയിൽ മാനവ് ആ നാടകമൊക്കെ മറന്ന മട്ടാണ്. ആവണി വല്ലായ്മയോടെ അവന്റെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ശേഷം ശബരി മുന്നോട്ട് വന്ന് കന്യാദാനം നടത്തിയപ്പോൾ അവരിരുവരും കോർത്തു പിടിച്ച കൈകളോടെ മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചു. ആ സമയം അമർഷത്തോടെ ആവണിയുടെ കൈകൾ മാനവിന്റെ കയ്യിൽ മുറുകുന്നുണ്ടായിരുന്നു. അവന് കാര്യം മനസ്സിലായില്ല അപ്പോഴും. പിന്നീട് ആളുകൾ ഓരോരുത്തരും സ്റ്റേജിലേക്ക് കയറി വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ തുടങ്ങി. മാനവിനും മാൻവിക്കും അക്ഷതിനു മുന്നേ പരിചയമുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിന്ന മാനവ് അക്ഷയെ കാണെ ചിരിക്കുന്നതും കൈ ഉയർത്തി കാട്ടുന്നൊക്കെയുണ്ട്. എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ ശേഷമാണ് അക്ഷിത് ആരോഗ്യോട് പറഞ്ഞത്. എടോ, നമുക്ക് പോയി അവരെ വിഷയണ്ടേ? അത് വേണോ ഏട്ടാ? അവൾ മറുത്ത് എന്തെങ്കിലും പറയും മുമ്പേ അക്ഷയ് അവളുടെ കയ്യും പിടിച്ച് സ്റ്റേജിലേക്ക് കയറിയിരുന്നു. ആദ്യം നിന്നത് അർജുനും മാൻവിയുമാണ്. ആരോഗ്യം മാൻവിക്കൊന്ന് കൈകൊടുത്തു. പിന്നെ മെല്ലെ അർജുന്റെ മുഖത്തേക്ക് നോക്കി. അർജുൻ ആരോഗ്യെ കാണി വല്ലാത്തൊരു നഷ്ടബോധം തോന്നി. അവളുടെ സൗന്ദര്യം അവനെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പെർഫ്യൂമിന്റെ സുഗന്ധം പോലും ആരെയും മയക്കുന്ന വിധമാണെന്ന് അവൻ ചിന്തിച്ചു. എന്തായാലും അർജുൻ ആഗ്രഹിച്ചതുപോലെ സുന്ദരിയായ ഒരു വധുവിനെ തന്നെ കിട്ടിയല്ലോ. ഹാപ്പി മാരീഡ് ലൈഫ്. ആരോഹിയുടെ വായിൽ നിന്നത് കേട്ടപ്പോൾ അർജുന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എപ്പോഴും അർജുനേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി വന്നിരുന്നവളാണ്. ഇപ്പോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവൻ മനസ്സിലോർത്തു. അക്ഷയ് അപ്പോഴും ചിരിയോടെ നിൽക്കുകയാണ്. ആരോഹിക്ക് മാൻവിയെ മുൻപ് പരിചയമുണ്ടോ? അക്ഷയ് ആരോഹിയോടായി ചോദിച്ചു. 1-2 പ്രാവശ്യം ഞാൻ മാൻവിയെ കണ്ടിട്ടുണ്ട്. അർജുൻ ദേഷ്യം കടിച്ചു പിടിച്ചു. ആരോഹി പറഞ്ഞപ്പോൾ മാൻവിയുടെ കണ്ണുകൾ നീണ്ടത് ആരോഹിയുടെ കഴുത്തിലും കാതിലും കിടക്കുന്ന ഡയമണ്ടിലേക്കാണ്. വല്ലാത്തൊരു കുശുമ്പോടെ മാൻവി അവളെ നോക്കി.
അർജുനെ തെറ്റു പറയാൻ പറ്റില്ല. സർപ്പ സൗന്ദര്യം. അവൾ മനസ്സിൽ പറഞ്ഞു. അവളുടെ ഈ കത്തുന്ന സൗന്ദര്യം തന്നെയാണ് അവളോട് എല്ലാവർക്കുമുള്ള ദേഷ്യത്തിന്റെ പിന്നിലെ കാരണം. അപ്പോഴേക്കും അക്ഷയും ആരോഹിയും ആവണിക്കടുത്തേക്ക് ചെന്നിരുന്നു. ആവണിയും മൊത്തത്തിൽ കണ്ണുകൊണ്ടൊന്ന് ഒഴിഞ്ഞു ആരോഹിയെ. അവൾക്ക് എപ്പോഴും ഞെട്ടലാണ്. ഒരു നിവൃത്തിയുമില്ലാതിരുന്ന ഒരുത്തി കോടീശ്വരനായ ബിസിനസ്മാൻ അക്ഷിതിനെ വിവാഹം കഴിച്ചതോർത്ത്. അക്ഷിത് മാനവിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവരിരുവർക്കും നിന്ന് ഫോട്ടോയും എടുത്താണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ആരോഗ്യയെ സൂക്ഷിച്ച് കൈപിടിച്ചിരിക്കുന്ന അക്ഷിതിനെ കണ്ടപ്പോൾ മാൻവിക്കും ആവണിക്കും ഒരുപോലെ അസൂയ വന്നു പോയി. പിന്നെ അവർ നേരെ സദ്യ കഴിക്കാനായിട്ടാണ് പോയത്. സ്വന്തം വിവാഹത്തിന്റെ തിരക്കുകൾ കാരണം സദ്യ ആസ്വദിച്ച് കഴിക്കാൻ കഴിയാഞ്ഞതിനാൽ ആരോഹി അർജുന്റെ വിവാഹ സദ്യ ആസ്വദിച്ച് തന്നെ കഴിച്ചു. 3 കൂട്ടം പായസവും ചേർത്ത് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് അവൾ എഴുന്നേറ്റത്. അറിയാവുന്നതായ കുറേയധികം പരിചയക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് ആരോഗ്യയോട് സംസാരിക്കുന്നുണ്ട്. അവൾ അക്ഷതിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. സമയം എല്ലാം മുന്നോട്ട് നീങ്ങി. വസുധ അപ്പോഴേക്കും ആരോഗ്യയുടെ അരികിലേക്ക് വന്നു. മോളെ, നിങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് വരുവാണോ? അല്ലമ്മേ, ഞങ്ങൾ അച്ചോട്ടൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത ശേഷം വരാം. അവിടെ ആരോടും ഇന്ന് അങ്ങോട്ട് വരുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടതും വസുധയുടെ മുഖം വാടി. അയ്യോ, ഇനിയിപ്പോൾ പറയുമ്പോൾ ഊർമിള സമ്മതിക്കുമോ? അതിനാർക്ക് വേണം ഊർമിളയുടെ സമ്മതം എന്ന് പറയാനാണ് ആരോഗ്യയ്ക്ക് തോന്നിയതെങ്കിലും വസുധയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു, ഏയ്, അമ്മയ്ക്ക് അതിലൊന്നും എതിർപ്പില്ലമ്മേ. അമ്മ ഒരു പാവാ. ചോദിച്ചാ അപ്പം തന്നെ സമ്മതം മൂടും. ആരോഗ്യ പറഞ്ഞതും വസുധയുടെ മുഖത്തൊരു ആശ്വാസം തെളിഞ്ഞു. അമ്മുമ്മയും അപ്പൂപ്പനുമൊക്കെ ആരോഗ്യയുടെ അക്ഷയുടെ ഒപ്പമുണ്ട്. അവർക്കും അവളുടെ സന്തോഷം കണ്ട് മനം നിറഞ്ഞു. വസുധയ്ക്കാണ് ഏറ്റവും കരുതൽ. സത്യത്തിൽ ആ സമയം ആരോഗ്യയ്ക്ക് വസുധയോട് പാവം തോന്നിപ്പോയി. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അക്ഷയും ആരോഹിയും നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അവരോട് ചെല്ലുമ്പോൾ തന്നെ ഊർമിള ഉമ്മറത്ത് ആനന്ദിനോട് എന്തോ വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ കല്യാണം? അവരെ കണ്ടപ്പോൾ ആനന്ദൻ ചോദിച്ചു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു അച്ഛാ. ഞങ്ങളിന്ന് വൈകിട്ട് ആരോഹിയുടെ വീട്ടിലേക്ക് പോയാലോന്നാ കരുതുന്നത്. വിവാഹത്തിന് ശേഷം അവിടേക്ക് ഇതുവരെ പോയിട്ടില്ലല്ലോ. പെട്ടെന്ന് അക്ഷിത് അനന്തനോട് പറഞ്ഞതും ഊർമിളയുടെ മുഖം കൂർത്തു. ഏതു വിധേനയും അവരുടെ ആ പോക്ക് തടയണമെന്ന് മനസ്സിൽ ചിന്തിച്ചു അവർ. മോനെ അക്ഷി, ഇന്ന് എൻ്റെ ക്ലബിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് ആരോഗ്യം കാണാൻ വരുമെന്ന് പറഞ്ഞു. ഞാനൊക്കെ ആരും നിങ്ങളോട് പറയാൻ മറന്നേ. അക്ഷിത് ആരോഹിയുടെ നേർക്ക് നോക്കി. അല്പനേരം ആലോചിച്ച ശേഷമുള്ള ഊർമിളയുടെ ആ വർത്തമാനത്തിൽ തന്നെ ആരോഗ്യയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. അവരെപ്പോഴാണ് ആൻറ്റി വരുന്നത്? എടുത്തടിച്ചതുപോലെ ആരോഗ്യ ചോദിച്ചു. ഊർമിളയ്ക്ക് കൺഫ്യൂഷൻ. അവരൊരു 6 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാ പറഞ്ഞേ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവർ വന്ന് കണ്ടുപോയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അത് പോരെ അച്ചുവേട്ടാ? എന്തായാലും നമ്മൾ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. ഞാനാണെങ്കിൽ അമ്മയോട് പറയുകയും ചെയ്തു ഇന്ന് നമ്മൾ ഉറപ്പായും വരുമെന്ന്. സോ ഡിന്നറിൻ്റെ സമയമാകുമ്പോൾ അവിടെ എത്തിയാൽ മതി. എന്തായാലും പിന്നെ 2 ദിവസം നമ്മളവിടെ ഉണ്ടാകുമല്ലോ. ഊർമിള ഒരു വരുത്തിച്ചിരിയോടെ ആരോഗ്യം നോക്കി. എങ്കിൽ പിന്നെ അങ്ങനെ ആവാം. അതും പറഞ്ഞുകൊണ്ട് അക്ഷി മുന്നേ നടന്നു. പിന്നാലെ ആരോഗ്യം. മോളെ, ഒന്നവിടെ നിന്നേ. ഊർമിള അവൾക്ക് പിന്നാലെ ചെന്നുകൊണ്ട് വിളിച്ചു. അക്ഷി ഒരു ചിരിയോടെ അവരിരുവരെയും നോക്കിക്കൊണ്ട് നേരെ മുകളിലേക്ക് പോയി. താഴേക്ക് ഊർന്നു കിടന്ന സാരിത്തുമ്പ് ആരോഹി ഊർമിളയെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇനി എന്താ അമ്മയുടെ പ്രശ്നം? അതിനുശേഷം ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ? അല്പം ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു. മതിയടി, നീ അധികം നെകളിക്കരുത്. അത് തന്നെ എനിക്ക് അമ്മയോട് പറയാനുള്ളത്. ദേ നോക്ക്, കണ്ട സീരിയലെല്ലാം കുത്തിയിരുന്ന് കണ്ടിട്ട് സീരിയലിലെ പോലെ കുശുമ്പ് പിടിച്ച അമ്മായിമ്മയായിട്ട് വന്നാൽ കരഞ്ഞുപോയി ഇവിടെ നിൽക്കില്ല ആരോഹി. അത് അമ്മയ്ക്ക് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മനസ്സിലായതാണല്ലോ. അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യാൻ വരുന്നില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ആരോഗ്യയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒന്നാമത് ടയർഡായിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ്. അവർ രണ്ടുപേരും മുറിയിലേക്ക് പോയതിനു ശേഷം പിന്നാലെ ഊർമിള ധൃതിയിൽ റൂമിലേക്ക് കയറി കതകടച്ചു. ശേഷം അവളുടെ ക്ലബിലെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. പക്ഷെ അവർക്ക് ആർക്കും ഇന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും മറ്റെന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്. ഊർമിള ആലോചനയോടെ നഖം കടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സമയം 6 മണിയായി. 6:30 കഴിഞ്ഞു. എന്നിട്ട് ഊർമിളയുടെ ഫ്രണ്ട്സ് ആരും വന്നില്ല. അക്ഷയും ആരോഹിയും വീട്ടിലേക്ക് പോകാനുള്ള
പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. എന്താ അമ്മേ ഇത്രയും നേരമായിട്ടും അമ്മയുടെ ഫ്രണ്ട്സ് ആരും വരാത്തത്? അക്ഷയ് ചോദിച്ചു. അപ്പോഴാണ് ഊർമിള പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരുടെ നെറ്റിയിൽ ചന്ദനവും ഭസ്മവും ഒക്കെയുണ്ട്. കുറേയേറെ സമയമായി ഊർമിള പൂജാമുറിക്കകത്താണ്. അയ്യോ മോനെ, ഞാനിത് പറയാൻ വിട്ടുപോയി. വൈകിട്ട് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു. അവർക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല, മറ്റെന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. പകരം നാളെ വരാന്ന്. എങ്കിൽ പിന്നെ അമ്മയ്ക്കതെക്കുറിച്ച് നേരത്തെ പറയാറുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ പോകുമായിരുന്നല്ലോ. മോനെ, അമ്മ പറയാൻ വിട്ടുപോയി. സോറി മോളെ. ഊർമിള വിഷമത്തോടെ ആരോഗ്യയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതും അവൾ മെല്ലെ കൈ പിന്നോട്ട് വലിച്ചു. സാരില്ല ആന്റി. ഇനിയെങ്കിലും ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇതുപോലെ വാക്കിന് വിലയില്ലാത്തവരെ തിരഞ്ഞെടുക്കരുത്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും ടൈം വേസ്റ്റ് ആയത്. ആരോഹി, ഇനി വർത്തമാനം പറഞ്ഞെന്ന് ലേറ്റ് ആകണ്ട. വേഗം ഇറങ്ങാം. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അക്ഷിത് മുൻപേ ഇറങ്ങി. പിന്നാലെ ആരോഹിയും. ആരോഗ്യ പോകുന്നതിൽ ഏറെ വിഷമം അല്ലിക്കായിരുന്നു. അല്ലി വന്നിട്ട് ആരോഗ്യെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വലിയ മിസ് ചെയ്യും ഏട്ടത്തി. അല്ലി ആരോഗ്യെ നോക്കി പറഞ്ഞപ്പോ ഊർമിള പുച്ഛത്തോടെ മുഖം കൂട്ടിക്കളഞ്ഞു. അത് കൃത്യമായി അനന്യ കാണുകയും ചെയ്തു. ഊർമിള അബദ്ധം പണിഞ്ഞ പോലെ അനന്യയെ നോക്കി പയ്യെ ചമ്മി ചിരിച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിലേ സപ്പോർട്ട് തരണേ, മറക്കല്ലോ കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.